ആ ഇതാര്? ഗീതമോൾ ഇവിടെ ഇരിക്കി. ആ ഗീതമോൾക്ക് ഉറക്കം വരണില്ല അല്ലേ? അതെങ്ങനെ ഉറക്കം വരും? ഉറക്കം വരണമെങ്കിൽ അപ്പൂപ്പനൊരു കഥ പറയണ്ടേ? അതെന്താ വേണ്ടാത്തേ? ഇന്ന് അപ്പൂപ്പൻ പുതിയൊരു കഥ പറയാ. ഒരിക്കലും ഒരു രാജ്യത്ത് ഒരു ഉണ്ടനും ഒരു ഉണ്ടത്തിയും ഉണ്ടായിരുന്നു. ഇത് ഉണ്ടനും. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം കാലത്ത് കൃത്യം 7 മണിക്ക് അവർക്ക് നെയ്യപ്പം തിന്നണമെന്നൊരു മോഹം. പോയി അവിടെ ഒരു പുലിയെ കണ്ടു. ഈ കഥ എങ്ങനെയാ മോൾക്കറിയാ? ഇതല്ലേ ഇന്നലെയും പറഞ്ഞത്. എന്നാലേ അപ്പൂപ്പൻ വേറൊരു കഥ പറയാ. ഒരിക്കലും ഒരു രാജ്യത്ത് ഒരു രാജകുമാരനും സുന്ദരിയായ ഒരു രാജകുമാരിയും ഉണ്ടായിരുന്നു. അവർക്കൊരു ദിവസം ഉച്ച തിരിഞ്ഞ് ഒരു 4 മണിക്ക് നെയ്യപ്പം പഴംപൊരി തിന്നണമെന്നൊരു മോഹം. അവര് രണ്ടുപേരും കൂടി കാട്ടിൽ പോയി. കാട്ടിൽ ചെന്നപ്പോഴോ അവിടെ ഒരു കിങ് കോങ് ദേ ഇതുപോലെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പിന്നെ എന്ത് കഥ കേൾക്കാനാ ഇഷ്ടം? ഒരിടത്ത് ഒരാള് ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കി. എന്നിട്ട് അത് അയാളുടെ കയ്യിൽ നിന്ന് അറിയാതെ വീണ് പൊട്ടി. എന്നിട്ട് അയാൾ ചത്തു. അങ്ങോട്ട് ചാവട്ടെ അങ്ങോട്ട്. എന്നാലേ ഇതൊക്കെ അവസാനിച്ചു കിട്ടുള്ളൂ. എന്തേ ഇരിക്കണേ വെറുതെ? ഗീതു നിക്ക്. ഗീതു ടൈ കെട്ടിട്ട് പോ. പിടിച്ചു. ആ മുഖം തുടക്കേ. പാല് കുടിച്ചാ വാ കഴിവണമെന്ന് പറഞ്ഞിട്ടില്ലേ നിന്നോട്? ആ വരടിത്തള്ള പീപ്പി വിളിച്ച് ചാവാൻ പോവാന്ന തോന്നണേ. ഒന്ന് വേഗാവട്ടെ. ടാറ്റാ. ഗീതു അമ്മൂമ്മയ്ക്ക് ടാറ്റാ പറ. അതൊക്കെ അടുത്ത ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 5 മണിക്ക് പറയാം. എന്താ കാമ ചേച്ചി, സുഖം തന്നെയല്ലേ? അല്പ സുഖമുണ്ട്. എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട എന്റെ പൊന്നെ. നമുക്ക് പോവേ. താൻ എവിടേക്കാ? കുട്ടിക്ക് ഇരിക്കാൻ സീറ്റൊക്കെ ഉണ്ടല്ലോ. സീറ്റൊക്കെ എന്തിനാ? ഒന്ന് പോരെ. വയസ്സും പ്രായമായിട്ട് തമാശ ഒന്നും പോയിട്ട് എന്റെ ദേഹത്ത് തൊട്ട് കളിച്ചാലുണ്ടല്ലോ കാര്യം മാറും. താൻ എവിടേക്കോടെ ഞൊളഞ്ഞൊളഞ്ഞ് കയറണേ? അല്ല, കുട്ടിക്ക് വഴിയിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ഇപ്പൊ ഒന്ന് മൂത്രം ഒഴിക്കണം, അല്ലെങ്കിൽ ഇത്തിരി വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇറങ്ങി ഇത്തിരി പച്ചമീനോ അല്ലെങ്കിൽ വെണ്ടയ്ക്ക വഴുതന എന്തെങ്കിലും ഒന്ന്. കുട്ടിക്ക് എന്താവശ്യം വന്നാലും അതിന് ഞാനുണ്ട്. താൻ എന്റെ കാര്യം ഞാൻ കേറൂട്ടമ്മായി. അവിടുന്ന് നിങ്ങൾ കുട്ടികളോട് അപമര്യാദയായിട്ട് പെരുമാറുന്നുണ്ടെന്ന് എനിക്കൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഹെഡ് ടീച്ചറിൽ നിന്ന് പറയാനാണ് ഞാൻ വരുന്നത്, അല്ലാതെ ഓശാരത്തിനല്ല. താനെ എവിടെ വേണമെങ്കിലും പോയി കംപ്ലൈന്റ് ചെയ്തോ. പോടെ അവിടുന്ന്. കണ്ണാടി എണീക്കടാ. ഇത് എന്റെ സീറ്റാ. പറ്റില്ല, ഇന്ന് ഞാനിവിടെ ഇരിക്കും. എണീക്കാൻ. കുട്ടിയുടെ പേര് എഴുതിയിട്ടുണ്ട് അവിടെ. വേറെ സീറ്റിലിരുന്നോ? വേണ്ട, എനിക്ക് ഇവിടെ ഇരിക്കണം. എഴുന്നേറ്റ് കൊടുക്കണ പൊണ്ണ. ആ കൊച്ചി ഇരുന്നോട്ടെ അവിടെ. ഞാൻ എനിക്കില്ല. അടിച്ച് ചമ്മന്തിയാക്കും. എണീക്കടാ കണ്ണാടി. പൊടി വരെ കഴുതേ. കിട്ടേണ്ടത് കിട്ടിയപ്പോ നിനക്ക് സമാധാനായില്ലടാ. എണീക്കര അവിടുന്ന്. നീ ഇവിടെ ഇരുന്ന് സമാധാനായിട്ട് കരഞ്ഞോട്ടെ. നിങ്ങളാരും അവനെ ശല്യം ചെയ്യരുത്. ഓ, ഒരു തോക്കുകാരൻ. നായാട്ടിന് പോവാ നീ. ഒരു ദിവസം പിടിച്ചു വലിച്ചു ഒരു ഏറ് കൊടുക്കും. നീയും നിന്റെ ഒരു ഇംഗ്ലീഷും. എനിക്കവിടെ മോനെ വരാൻ ഇഷ്ടമല്ല, വേണ്ടേ? അത് നടപ്പില്ല. അക്കാമയ്ക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്തിനാ അക്കാമ ഈ ബിസിലും കൊണ്ട് നടക്കുന്നത്? വണ്ടി വിടുന്നതായി. ഗുഡ് ഈവനിങ് ഫാദർ. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഇതിന്റെ അലൈൻമെന്റിന് ഒരു ചെറിയ തകരാറ്, അതൊന്ന് ചെക്ക് ചെയ്യായിരുന്നു. ഫ്രണ്ടിലെ ടയർ ഭയങ്കര തേമാനം. എന്നും റീബിൽഡ് ചെയ്യാനേ സമയമുള്ളൂ. എപ്പോ നോക്കിയാലും ഫാദറിന് ഇതല്ലേ ഉള്ളൂ വിഷയം. വണ്ടികളും മെക്കാനിക്സും. വെറുതെ അല്ല കുട്ടികൾ മെക്കാനിക് അച്ഛൻ വിളിക്കുന്നത്. അതൊരു രസമല്ലേ ഡോക്ടർ? എന്തായാലും മനുഷ്യരെക്കാൾ ഇടപഴകാൻ ഭേദം വാഹനങ്ങളാ. ഡോക്ടർ എന്താ ഈ വഴിക്ക്? ഞാൻ വീട്ടിലേക്കാ. മോളെ കൂടെ കൂട്ടാമെന്ന് കരുതി. അതിന് സ്കൂളിൽ നിന്ന് നേരത്തെ വിട്ടല്ലോ. പിള്ളേരെ വിട്ടിട്ടാ വണ്ടി വന്നത്. ഓ, ഐ സി. ദെൻ ഓക്കെ ഫാദർ.
ഹലോ 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 79560 ആണോ? ഇത് 79,560. സോറി. ഹലോ 79,560 അല്ലേ? ഇത് 79560 ആണ് ചങ്ങാതി. ശ്ശേ. ഹലോ, ഇത് ചെറുകുന്നത്ത് ഭാസ്കര പിള്ളയാണ്. ഓഹോ, താൻ മരിച്ചില്ലേ? പത്രത്തിൽ ചരമകോളത്തിൽ തന്റെ പേര് കണ്ടല്ലോ. ഒരുപാട് ഭാസ്കര പിള്ളമാര് മരിച്ചിട്ടുണ്ട്. അതൊന്നും ഞാനല്ല. അവിടെ സംസാരിക്കാൻ കൊള്ളാവുന്ന മാന്യന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഫോൺ കൊടുക്കൂ. ചേട്ടനോട് സംസാരിക്കാൻ പറ്റിയ ഒന്നുകൂടി ഉണ്ട്. അതിനെ പുറത്ത് കൂട്ടിൽ പൂട്ടിയിട്ടിരിക്കുക. എന്താ കാര്യം എന്ന് വെച്ചോ പറയടോ. പാക്ക് അര പിള്ള. കുട്ടിയെ എന്തുദ്ദേശിച്ചാണ് ഇന്ന് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയത്? നിയമപ്രകാരം കുട്ടി ഇന്ന് ഇവിടെ വരേണ്ടതാണ്. കോടതി നിയമം ലംഘിച്ചാൽ അതിന്റെ അനന്തരഫലം എന്താണെന്ന് തനിക്ക് അറിയാമോടോ കിഴങ്ങൻ പൊതുവാളെ? പാക്കരപ്പിള്ള തോന്നിവാസം പറയരുത്. കുട്ടിയെ ആരും വിളിച്ചോണ്ടൊന്നുമല്ല. കുട്ടി സ്വമേതാ ബസ്സിൽ വന്ന് ഇറങ്ങിയതാ. ഈ കേസും വിധിയൊന്നും അതിന് നിശ്ചയില്ലല്ലോ. പിന്നെ കോടതിക്കാര്യം പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. വക്കീൽ ഗുമസ്തപ്പണിയായിട്ട് കോടതി വരാന്തയിൽ കുറെ നിറങ്ങിയവനാ ഞാൻ കണ്ട അത്ര കോടതിയൊന്നും തന്റെ തറവാട്ടിൽ ആരും കണ്ടിട്ടില്ലടോ പാക്കരപ്പിള്ള. തറവാടിന് പറയുന്നോ? തന്റെ തറവാടിന്റെ ഗുണമൊന്നും എന്നോട് പറയണ്ട. എന്താടോ ഇത്ര ചിരിക്കാൻ? ഞങ്ങളൊരു തമാശ പറഞ്ഞിട്ട് ചിരിച്ചതാണ്. തരൂ. അയ്യോ, തെണ്ടി ചീമ പന്നി തറവാടിനെ തൊട്ട് കളിക്കുന്നു. അടിച്ചു നിന്റെ കരണക്കുറ്റി പൊളിച്ചോളയും. ആരാ സംസാരിക്കുന്നത്? എന്തുവാടോ തന്റെ ശബ്ദം മാറിപ്പോയോ? മൈൻഡ് യുവർ വേർഡ്സ് മിസ്റ്റർ പിള്ളേ. ഞാൻ ഉഷയുടെ അമ്മയാണ് സംസാരിക്കുന്നത്. ഫോൺ എടുത്ത് സംസ്കാരമില്ലാത്ത ഭാഷയിൽ സംസാരിക്കാൻ ഇത് ആരുടെ വീടാണെന്ന് കരുതി? ഇനി മേലിങ്ങനെ ഉണ്ടായാൽ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. യു അൺകൾച്ചർഡ് ഫൂൾ. ഇംഗ്ലീഷിൽ തെറി പറയുന്നു. ദേ, ഞാൻ നല്ല പച്ച മലയാളത്തിൽ തിരിച്ച് അങ്ങോട്ട് പറഞ്ഞാലുണ്ടല്ലോ. പക്ഷേ ഞങ്ങൾ അന്തസ്സുള്ള തറവാട്ടി പറഞ്ഞവരായതുകൊണ്ട് പറയുന്നില്ല. വെക്കണേ മൂലവി ഫോൺ. ഗീതു കേൾക്കാനാ പറയുന്നത്. ആ വീട്ടിൽ പോയാൽ ആരുമായിട്ടും അധികം ഇടപെടാൻ നിൽക്കരുത്. എല്ലാം കൾച്ചറില്ലാത്ത ആൾക്കാരാ. അവിടുന്ന് ഒരു വൃത്തികെട്ട സ്വഭാവം പഠിച്ചെങ്കിൽ വന്നാൽ മനസ്സിലായ കുട്ടിക്ക്? നിങ്ങളെന്താ ബിസിലടിച്ച് ആളെ കളിയൊക്കെ? ഞാനല്ല അടിച്ചത്. പിന്നെ ഒന്നടിച്ച് രണ്ടടിച്ച് ബിസിലടിച്ച് പഠിക്കുക. താനെന്തോടെ എന്റെ മെക്കിട്ടായിരുന്നത്? മനസ്സിൽ എനിക്ക് വണ്ടി ഓടിക്കാൻ. ഞാൻ എന്നോട് മരക്കോന്താ തള്ളേ. പിന്നെ നിങ്ങളൊന്ന് ഞാൻ ശരിയാക്കി തരണം. ഇത് മോള് വാ. എത്ര ദിവസം ബ്രാഞ്ച് ഓഫീസിൽ? ഈ രീതിയിലാണോ കുട്ടികളെ ബസ്സിൽ നിന്ന് ഇറക്കി വിടുന്നത്? നിങ്ങൾ കുട്ടികളുടെ മനഃശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ എവിടെ നിന്നാണ് ട്രെയിനിങ് എടുത്തേ? കുറച്ച് കാലമായി നിങ്ങളെ നോട്ടൗട്ട് വെച്ചിരിക്കുകയാണ് കംപ്ലൈന്റ് ചെയ്യാൻ. നിങ്ങൾ ആരാ മനസ്സിലായില്ലല്ലോ? ഞാൻ ഈ കുട്ടിയുടെ വല്യച്ഛനാണ്. അല്ലാതെ വിദ്യാഭ്യാസ മന്ത്രി ഒന്നും അല്ലല്ലോ. ഓടാ അപ്പനെ. എന്തൊരു അഹങ്കാരമാണ് ഈ തള്ളക്ക്. ഗോ ആൻഡ് സ്റ്റഡി. എന്റെ കർത്താവേ, ഈ വക മൃഗങ്ങളെ കൂടെ അല്ലേ കുട്ടി ജീവിക്കുന്നത്? ആ വണ്ടി വണ്ടി വണ്ടി. എന്നെ എന്താ കൊണ്ടുപോവാത്ത ഡാഡി? അയ്യോ, കോൺഫറൻസിന് പോകുമ്പോ കുട്ടികളെ കൊണ്ടുപോകാൻ പാടില്ല മോളെ. അപ്പൊ ഗീത മോള് ഒറ്റയ്ക്കാവില്ലേ? വല്യച്ഛനും അപ്പച്ചൊക്കെ ഇല്ലേ മോളെ നോക്കാൻ? വേണ്ട, ഡാഡി ഇല്ലെങ്കിൽ എനിക്ക് പേടിയാ. ഡാഡി നാളെ ഇങ്ങ് വരില്ലേ മോളെ? വരുമ്പോ മോക്ക് എന്താ കൊണ്ടുവരേണ്ടേ? ടെഡി ബെയർ, മിക്കി മൗസ്, ഡൊണാൾഡ് ഡക്ക്, ലിറ്റിൽ പോണി, പ്ലൂട്ടോ, പപ്പി, പിന്നെ കിസ് മീ.
പോലീസേ, എന്താ മോളെ? ഈ ഗേറ്റ് ഒന്ന് തുറന്നു തരൂ. എന്തിനാ തുറക്കുന്നേ? തുറക്കാൻ പറഞ്ഞു. ആര് പറഞ്ഞു? ഗീതു, പ്ലീസ്. നല്ല പോലീസ് അല്ലേ? ആ ആരാ മോളെ ഗീതു? ഞാൻ തന്നെയാ. എങ്ങോട്ടാ നീ ഓടുന്ന? ഇത്ര ചെറുപ്പത്തിലെ PT ഉഷ ആവാനാണോ ഭാവം? കമാൺ ഗോ. അനുസരണ അച്ചടക്കോ ഇല്ലാതെ നടക്കാൻ നീ ഇപ്പൊ നിന്റെ അമ്മയുടെ വീട്ടിലല്ല, മനസ്സിലായോ? കുറച്ചു നേരം അവിടെ പോയി കളിച്ചോട്ടെ. പുറത്തു പോയുള്ള കളി തൽക്കാലം വേണ്ട. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇതുപോലെ പുറത്തുപോയി കളിച്ചിട്ടില്ല. അതിന്റെ ഗുണമായി എനിക്ക് ഡിസിപ്ലിൻ. If wealth is lost, nothing is lost. If health is lost, something is lost. If character is lost, everything is lost. Understand? Good. ഈ പട്ടി എന്താ ഇങ്ങനെ കിടന്ന് കുരയ്ക്കുന്നേ? പറ്റിയാല് പിന്നെ പാടുവോ? എന്താ ഉം, എന്താ കാണിച്ചോണ്ടിരിക്കാ നീ? മുഴുവൻ കഴിക്കേ. എനിക്ക് മതി. എന്താ ഇത്ര മതിയാക്ക? കുറച്ചുകൂടെ കഴിച്ചേ. എന്താ പറ്റുന്നതെന്ന് അറിയാവല്ലോ. എനിക്ക് ഇഷ്ടല്ല. ദേ, എനിക്കിതൊക്കെ ഉണ്ടാക്കാനേ അറിയാവൂ. നിന്റെ അമ്മൂമ്മയുടെ അവിടുത്തെ പോലെ ഇംഗ്ലീഷ് മോഡലുള്ള ശാപ്പാടൊന്നും ഉണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. വേണമെങ്കിൽ കഴിക്കേ. എന്താ ഇവിടുത്തെ ഭക്ഷണമൊന്നും കഴിക്കരുതെന്ന് നിന്റെ ജസ്റ്റിസ് അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ടോ? ആരോടും കൂട്ടുകൂടണ്ടെന്നാ പറഞ്ഞത്. അതെന്താ? ഇവിടെ ആർക്കും കൾച്ചറില്ലാന്ന്. അങ്ങനെ പറഞ്ഞോ ആ തള്ള? ചെറുകുന്നം വീട്ടുകാർക്ക് സംസ്കാരമില്ല എന്ന് പറയാൻ മാത്രം ആ സ്ത്രീ വളർന്നോ? വല്യേച്ചി കേട്ടില്ലേ? ആ മൂദേവി ഇതും പറയുന്നതിന് അപ്പുറം പറയടാ ബാസി. എല്ലാത്തിനും അവനെ ഒരുത്തനെ പറഞ്ഞാ മതിയല്ലോ. അവനെ എന്തിനു പറയണം? ചെറുകുന്നം തറവാട്ടിലെ ആകെക്കൂടുള്ളൊരു തരിയാ. അവളെ പഠിപ്പിച്ചു വിട്ടിരുന്ന കണ്ടില്ലേ? നിയമം പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ആയില്ല. നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കുള്ളൂ വല്യേച്ചി. എവിടെയൊക്കെ കുടുംബത്തിൽ നായി നക്കിയേ കുടിക്കത്തുള്ളൂ. എടീ, നീയൊക്കെ കാരണമാ ഞങ്ങൾ കല്യാണം പോലും കഴിക്കാതെ കെട്ടാമുല്ലായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, അറിയാവോ? എങ്ങോട്ടാടി നിന്റെ പോക്ക്? എന്താണ് നിന്റെ ഉദ്ദേശം? നീ ഒരു പെൺകുട്ടിയല്ലേ? ഞങ്ങൾക്ക് കൾച്ചറില്ലാത്ത